ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിടുന്ന വീഡിയോ ചെത്തിപ്പൂവ് അഥവാ ഇംഗ്ലീഷിൽ എക്സോറ പ്ലാന്റ് എന്നും വിളിക്കും. ചെത്തിപ്പൂവ് നന്നായി വളരാനും നിറയെ പൂക്കളുണ്ടാകാനും നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ നാട്ടിലൊക്കെ കാര്യമായ പരിചരണമൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ വളരുന്ന ഒരു ചെടിയാണ് തെച്ചി അല്ലെങ്കിൽ ജംഗിൾ ജെറേനിയ. ഇത് ലോകത്തിൻ്റെ എല്ലാ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ചെടിയാണ്. പൂക്കൾ കുലകുലയായി പൂക്കുകയും അത് വർഷം മുഴുവൻ പൂക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു ചെടിയാണ് ഈ ചെത്തിപ്പൂവ്. ഇതിനെ കാടുകളുടെ തീജ്വാല എന്നും അറിയപ്പെടുന്നു. ഏത് ലാൻഡ്സ്കേപ്പിനും പൂന്തോട്ടത്തിനും മനോഹരമായ കളറ് കൊടുക്കുന്ന എല്ലാവരാലും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ മനോഹരമായ ചെത്തിപ്പൂവ്. ഇത് പല കളറിലും കാണപ്പെടുന്നു. ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടും ചെറിയ മരമായിട്ടും ഒക്കെ വളർത്താവുന്നതാണ്. മണ്ണിൽ നടുകയാണെങ്കിൽ അത്ര വലിയ പരിപാലനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പലരും ചെടിച്ചട്ടികളിലാണ് വളർത്തുന്നത്. നല്ല ബുഷിയായിട്ടൊക്കെ വളർത്തുമ്പോൾ കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാലനവും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സൺലൈറ്റ്. ഇത് ഉഷ്ണമേഖലാ സസ്യമായതുകൊണ്ട് തന്നെ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണിത്. ഒരു 6 to 7 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം. അതും നല്ല ഡയറക്റ്റ് സൺലൈറ്റ്. ചെടിയിൽ നല്ല കുലകുലയായി പൂക്കളുണ്ടാകാൻ നല്ല സൺലൈറ്റ് അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തന്നെ മണ്ണാണ്. ഇതിന് നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. മണ്ണ്, ചാണകം, ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായി പറിച്ചു കളയുന്ന പുല്ലുകൾ ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ചെറുതായി അസിഡിറ്റിയുള്ള മണ്ണാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പോട്ടിങ്ങും പ്രൂണിങ്ങും. എക്സോറ അഥവാ ചെത്തി വളർത്തുമ്പോൾ കുറച്ച് വലിയ കണ്ടെയ്നറുകൾ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചെടി കുറച്ച് വലുതായി വളരുന്നതാണ്. പാത്രത്തിൻ്റെ അടിയിൽ ഡ്രെയിനേജ് ദ്വാരങ്ങൾ ഉണ്ടെന്ന് നോക്കണം. പിന്നെ പ്രൂണിങ് ചെയ്യുന്നതിലൂടെ നിറയെ ശാഖകൾ ഉണ്ടാവുകയും നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെടി നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. പിന്നെ മനോഹരമായ ഷേപ്പിൽ വളർത്താനും കഴിയും. പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകളും ഒക്കെ നമ്മൾ വെട്ടിമാറ്റണം. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രൂണിങ് അടിക്കടി ചെയ്യേണ്ട ആവശ്യമില്ല. വർഷത്തിൽ ഒരു 2 പ്രാവശ്യം പ്രൂണിങ് ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് വാട്ടറിങ്. ചെത്തിച്ചെടികൾ പതിവായി നനയ്ക്കേണ്ട ആവശ്യമില്ല. ശൈത്യകാലത്ത് ഒരു ദിവസം വിട്ട് ഒരു ദിവസം നനച്ചാൽ മതി. നല്ല വെയിലുള്ള സീസൺ ആണെങ്കിൽ ഡെയിലി നനയ്ക്കണം. പക്ഷേ മേൽമണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നനയ്ക്കേണ്ടതുള്ളൂ. അമിതമായി വെള്ളം ഒഴിച്ചാൽ അത് ചെടിക്ക് ദോഷമായി വരും. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ. എക്സോറ ചെടികൾ തണ്ട് വെട്ടിയെടുത്ത് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ്. തണ്ട് വെട്ടിയെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട് എടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം. വളരുന്ന സീസണിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ വളപ്രയോഗം നടത്തുന്നത് നല്ലതാണ്. പിന്നെ ഇതിനുണ്ടാകുന്ന മറ്റൊരു പ്രശ്നങ്ങളാണ് രോഗങ്ങളും കീടങ്ങളും. ചെത്തിച്ചെടിയിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത്. മുഞ്ഞ, മില്ലിബഗുകൾ, സ്കെയിൽ എന്നിവ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാധാരണ കീടങ്ങളാണ്. പതിവായി നമ്മൾ ചെടി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. അതിലൂടെ നമുക്ക് പ്രാരംഭത്തിൽ തന്നെ രോഗം കണ്ടുപിടിക്കുവാനും ഉടൻ തന്നെ കീടങ്ങളെ അകറ്റാനുള്ള മാർഗം നോക്കാനും കഴിയും. അല്ലാത്ത പക്ഷം അത് വ്യാപിക്കുകയും കൂടുതൽ ദോഷം വരുത്തുകയും ചെയ്യും. പിന്നെ വെള്ളമൊഴിക്കുമ്പോൾ ചെത്തിച്ചെടിയുടെ ഇലകളൊക്കെ കഴുകുന്ന മാതിരി വെള്ളമൊഴിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ രോഗങ്ങൾ എന്തെങ്കിലും പിടിപെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ വേഗത്തിൽ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രതിവിധിയും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.
സബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.